മക്കളെ, നമ്മൾ എന്തെല്ലാം സാക്ഷ്യങ്ങൾ കേട്ടോ. ചെറിയവരുടെയും വലിയവരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. പലതരത്തിലുള്ള കുരുക്കിൽ അകപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ കേട്ടു. നമ്മൾ കേട്ടപ്പോൾ എന്താണ് ദൈവം നമ്മളെ കേൾപ്പിച്ചത്? മക്കളെ, നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിന് എന്ത് നിറമായാലും, കണ്ണിൽ നിന്ന് ചോരയാണ് വരണമെങ്കിൽ കർത്താവ് അത് കാണുന്നുണ്ട്. കർത്താവ് കൈനീട്ടും. നിൻ്റെ വിശ്വാസം കാണാവുന്ന രൂപത്തിലേക്ക് നീ എപ്പോൾ കണ്ണുവെട്ട് ചെയ്യാനാണ് നിന്നെ ഉടമ്പടിയിലൂടെ ദൈവം ക്ഷണിക്കണത്? കാണാവുന്ന വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തെ പരിവർത്തനം ചെയ്യാൻ, തർജ്ജിമ ചെയ്യാൻ ഉടമ്പടിയിലൂടെ ദൈവം ഈ കാലങ്ങളിൽ നമ്മൾ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവത്തിലെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഒരു കോവിഡിൻ്റെ കാലം കഴിയുമ്പോൾ എല്ലാവരുടെയും ചെവിട് പറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ബിസിനസ്സൊക്കെ ചെയ്തിരുന്നവർ, വാടകയൊക്കെ ചെയ്തിരുന്നവർ, അത് ചെയ്യാനേ പറ്റിയിട്ടില്ല. പക്ഷെ വാടക പെരുകി, ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടി, കടങ്ങളൊക്കെ പോയി. ഞാൻ എപ്പോഴും കണ്ണീരോടെ അമ്മയുടെ മുമ്പിൽ നിൽക്കണ ഇതാണ്. കണ്ണീരിൻ്റെ ഒരു കാലം നമ്മൾ കടന്നു പോയെങ്കിലും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത 10,000 അഭിമാനം പണയം വെച്ച് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അമ്മേ, ഈ വിഷയം ആരെല്ലാം ഉന്നയിക്കുന്നുണ്ടോ അവരെല്ലാം ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ആശ്രയിച്ചുകൊണ്ടാണ് അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരുണ്ടമ്മേ, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായിപ്പോയവരുണ്ടമ്മേ, പല പ്രാവശ്യം OITയും IITസും ഒക്കെ എഴുതിയിട്ട് ഗതി കിട്ടാതെ വിഷമിച്ച് പണവും തീർന്ന് വീട്ടുകാരുടെ വഴക്കും കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടമ്മേ. ജോലി ഇപ്പം കിട്ടും വിചാരിച്ചുകൊണ്ട് വിവാഹം താമസിച്ച് പോയി അവസാനം വിവാഹവുമില്ല, ജോലിയുമില്ലാത്തവരുണ്ടമ്മേ. കടങ്ങളെല്ലാം ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി. എല്ലാം ഭൂമിയിലെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെയും പകുതി മുക്കാൽ ഭൂമിയും ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി. മനുഷ്യൻ്റെ കയ്യിൽ ഭൂമിയില്ലാത്തൊരു കാലമാണ്. 1/3 ഭൂമി പോലും മനുഷ്യൻ്റെ കയ്യിൽ, സാധാരണക്കാരുടെ കയ്യിലില്ല. എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളുടെയും മൂലധന ശക്തികളുടെയും കയ്യിലേക്ക് ഭൂമി കൈമാറ്റം മാറുകയും ഭൂമിയില്ലാത്തവരായി നഗ്നരായി നടക്കുന്ന മനുഷ്യരെ പോലെയാണ് ഇന്ന് ജീവിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള ആപത്തുകൾ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള സാമ്പത്തിക കടങ്ങൾ, ജപ്തി നടപടികൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പല ചെറുകിട ജോലികളുമില്ല, വൻകിട ജോലികളുമില്ലാതെ കർത്താവേ, അന്യ നാട്ടുകാർ വരെ കർത്താവേ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ജോലിയില്ലാതെ പട്ടിണിയിരിക്കുന്നവരും പരക്കം പായുന്നവരും, കണ്ണീരോടെ മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തവർ, വിവാഹം കഴിച്ച് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, വെച്ച വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വഴക്കിലും കേസിലും അകപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത ദുരന്തങ്ങളിൽ കെട്ടുപെട്ടിരിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അമ്മയുടെ മധ്യത്തിൽ അഴിയട്ടെ. ശ്രദ്ധിക്കട്ടെ. മക്കളെ മുട്ടി നിൽക്കുക. കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനുള്ളവർ മൗനമായി പ്രാർത്ഥിക്കട്ടെ.
ഇതൊരു അടരാട്ട സാധനമാണ് ജവമാല. ഞാൻ നിങ്ങളോട് ജവമാല എന്നൊക്കെ പറയുമ്പോഴേ, ജവമാല റാലി എന്നൊക്കെ പറയുമ്പോൾ വന്ന വഴികളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാതാവ് കൂടെ വന്ന് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ. ഓരോ പ്രാർത്ഥനകളും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അങ്ങോട്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങോട്ട് വിശ്വസിക്കണം. അല്ലാതെ ഒക്കുക ചെയ്തേക്കല്ല, ഒത്തക്കൊള്ള കിട്ടിയ കൂട്ടി ഇങ്ങനെ അഴകുഴമ്പം ചെയ്യുമ്പോഴാണ് പണി കിട്ടണത്. പക്ഷേ ദൈവം അവൻ്റെ വാഗ്ദാനം വിശ്വസ്തനാണ്. അവൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഏത് നരകത്തിലും വന്നിരിക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. എഴുന്നേൽക്കുക. മാതാവ് ആ 2 കമ്പനിയെ 100 അപേക്ഷ വിട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഉടമ്പടി എടുത്തിട്ട് 2 വിട്ട് 2 സാധനെ വിളിച്ചു. അപ്പോൾ ഇവന് പേടിയായി. എന്താ കാര്യം? പുതിയ കാലത്തെ പുതിയ ടെക്നോളജിയിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിലുണ്ടായിരുന്ന മാറ്റം കാരണം ഇവർ പ്രാക്ടിക്കലും തിയറിയും ചോദിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഇവൻ ഉടമ്പടി എടുക്കുമ്പോൾ തിരികെത്തിക്കുമ്പോൾ മാതാവേ എനിക്ക് ഒത്തിരി എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. കാര്യം പുതിയ ആൾക്കാരാണ് ഇരിക്കണത്, ഞാൻ പഴയ സിലബസിലൊക്കെ പഠിച്ചിരിക്കണത്. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലും എനിക്ക് പ്രശ്നമാണ്, തിയറിയും എനിക്ക് പ്രശ്നമാണ്. ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും, എന്നെ സഹായിക്കണം. അപ്പോൾ പണ്ട് ഭയങ്കര മെരിട്ടാണെന്ന് പറഞ്ഞ ആൾ പറയണ കണ്ടില്ലേ, എനിക്കിപ്പോൾ മെരിട്ടില്ലെന്നാണ് പറയണത്. കണ്ട, അതാണ് വിഷയം. ആ ഗ്രോത്ത് മനസ്സിലാക്കണം. എനിക്കിപ്പോൾ മെരിട്ടില്ല എന്നാണ് പറഞ്ഞത്. ദൈവദൃശ്യനിധി പറയുകയാണ്, എൻ്റെ മെരിട്ട് നിൻ്റെ കൃപയാണെന്ന്. ഇത് പറഞ്ഞിട്ട് ഇവൻ പോകുമ്പോൾ ഇവനോട് ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? 8-9 പ്രാക്ടിക്കലും 8-9 തിയറിയും ചോദിക്കേണ്ട സ്ഥലത്ത് ഇവനെ അറിയാവുന്ന 2 തിയറിയും 2 പ്രാക്ടിക്കലും ചോദിച്ച് ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത്. അയ്യോ, ഇത് ഭയങ്കര രസമാണ്. അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അമ്മ നമ്മുടെ കൂടെ ഇങ്ങനെ വരും. അമ്മ ഇങ്ങനെ കൂടെ വരും. എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കണ്ട, എന്ത് നമുക്കറിയാം. ഇങ്ങനെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ദൈവത്തിൻ്റെ ഒരു അമ്മ രൂപം എന്ന് പറയുന്നതുണ്ടല്ല. ദൈവത്തിന് അമ്മയാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ ഭൂമിയിൽ സൃഷ്ടിച്ച് ഒരു അമ്മഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വാത്സല്യം പോലെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ച് വരും. എന്നിട്ട് ഇതേപോലെ തന്നെ എന്നിട്ട് പറയണേ, സാധാരണഗതിയിൽ 2 മാസം 2.5 മാസം കഴിയുമ്പോഴാണ് അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ വിളിക്കണത്. എന്നെ ഞാൻ 29-ാം തീയതി ഇൻ്റർവ്യൂവിന് പോയത്, എനിക്ക് 30-ാം തീയതി എന്നെ ജോലിക്ക് കയറ്റിയെന്ന്. എന്നിട്ട് പറയണത് ടൈം ഷോർട്ടണിങ് എന്നൊക്കെ അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ലൈറ്റ് വെയ്റ്റനിങ് എന്ന്. നോക്കിയേ, ഉടമ്പടി എല്ലാം കാണാതെ പഠിച്ചിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ടൈം ഷോർട്ടണിങ്, ലൈറ്റ് വെയ്റ്റനിങ്. എന്താണ്? എല്ലാം ദൈവം ഈ ഒറ്റ പാക്കേജിൽ ഇതെല്ലാം വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ. സമയച്ചുരുക്കവും ഭാരലഘുത്വവും വലിയ ഭാരങ്ങൾ. അതിനെ ആ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതാണ്. അതിനെ വെറും ഒരു ഉടമ്പടി തൈലം കൊണ്ട് സിമ്പിളാക്കി കളഞ്ഞു, ഭാരം മാറ്റിയതിൻ്റെ എല്ലാം. അത് ലൈറ്റ് വെയ്റ്റിങ് എന്ന് പറയണതും ഭാരച്ചുരുക്കം. ഇങ്ങനെ ഉടമ്പടി. ഇനി രസമെന്ന് പറയണത് ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജയമോൻ്റെ സാക്ഷ്യം കൂടി പറയാം പെട്ടെന്ന്, 2 മിനിറ്റ്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ജയമോൻ ഒരു ട്രാൻസ്പോർട്ട് ഇതാണ്, കണ്ടക്ടറാണ്. അദ്ദേഹത്തെ സർവീസ് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് വണ്ടി ഗ്യാരേജിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്ക് എടുത്ത് തിരിഞ്ഞു വന്നപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ വെച്ച് വേറൊരു വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് തകർന്നു പോയി. വാരിപ്പേറ്റ് 5 ഒടിഞ്ഞ്.
തോളലൊടിഞ്ഞ്, പിന്നെ കണ്ടീഷൻസ് എല്ലാം മാറി. ICUലൊക്കെ ആയിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നെങ്കിലും ഈ എല്ലുകളൊന്നും കൂടിയില്ല. അത് കാരണം മൊത്തം പ്ലാസ്റ്ററിങ്. 2 പേരിങ്ങനെ താങ്ങിയാൽ കിടത്താൻ പറ്റത്തുള്ളൂ, 2 പേർ താങ്ങിയാൽ മൂത്രമൊഴിക്കാൻ പറ്റും, എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു സർവാംഗം വേദനയായിരിക്കും, ആരും സഹിക്കാത്ത വേദനയായിരിക്കും എന്ന് പറഞ്ഞു. ഇവരെന്നാ ചെയ്യണത്? ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതിൻ്റെ ഈ അല്ലേ അവരുടെ ജയമോൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി തൈലം തേക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പം നിങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി തൈലം എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല. അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. കൃപാസനത്തിൽ ഒന്നും ഔഷധം നൽകുന്നില്ല ആർക്കും. കൃപാസനത്തിൽ ഒരു ചികിത്സയുമില്ല. കൃപാസനത്തിൽ എന്താണ്? വിശ്വാസ പ്രയോഗങ്ങളാണുള്ളത്. ഇതെല്ലാം മാധ്യമങ്ങളാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം, വിശ്വാസം പ്രഖ്യാപനമാക്കാം, വിശ്വാസം പ്രയോഗമാക്കാം. അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും ഓർക്കണം. തൈലം, അച്ഛൻ തൈലം കൊടുത്തു, ആൾക്കാരെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് കഥയില്ല. കാര്യം തൈലം അഭിഷേകമായി അത് ഇതായിട്ട് കൊടുക്കുകയല്ല. തൈലം എന്ന് പറഞ്ഞത് നമ്മളെ ഈ ധാനേന്ദ്രം കുഴമ്പോ അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലത്. അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവാണെന്ന്. അത് റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഈ ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾക്ക്, അതുപോലെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട്, അതുപോലെ തന്നെ പ്രയോഗങ്ങളുമുണ്ട്. ആ പ്രയോഗം എന്ന് പറയുന്നത് എന്താണ്? നേർച്ച വസ്തുക്കളെ യേശുനാമത്തിൽ വ്യഞ്ചരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കാനുള്ള മാധ്യമം മാത്രമാണിത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കാണ് കർത്താവിൻ്റെ ശക്തി ആവഹിപ്പിക്കാൻ പറ്റണത്? കർത്താവിൻ്റെ ശക്തി എങ്ങനെയാണ് ചെയ്യണത്? ആവഹിക്കുകയാണ് ചെയ്യണത്. നമ്മുടെ നേരത്തെ വായിച്ചില്ലേ 2 Corinthians 12:9 യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞേ, എന്നിലേക്ക് ആവസിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥനാ രീതിയാണ്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണത്. അത് പ്രാർത്ഥനാ രീതിയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി എനിക്ക് പ്രഖ്യാപിക്കാം യേശു കർത്താവാണെന്ന്. യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണത്. വിശ്വാസം സ്വകാര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നമ്മളിപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു സമരത്തിൽ പോയി. ഒരു തുറമുഖം ഗവൺമെൻറ് വർഷങ്ങളായിട്ട് തുറമുഖത്തിന് വർക്ക് നടക്കുന്നില്ല അവിടെ. അപ്പോൾ അതിനൊരു സമരം. ആ തുറമുഖം തുടർന്ന് വികസന ഗവൺമെൻറ് കടലിലേക്ക് കല്ലിടാൻ വേണ്ടി, അത് ഇതുപോലെ തന്നെ ബ്രേക്ക്വാട്ടർ സിസ്റ്റം കിട്ടാൻ വേണ്ടി കോൺട്രാക്ടർമാർ പൈസ അവരവിടെ ഗവൺമെൻറ്റിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും അവർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ സമരത്തിന് പോയി. അപ്പോൾ ഞാൻ സമരത്തിൽ ചെല്ലുമ്പോഴും ആ തുറമുഖത്തിൻ്റെ അവിടെ സമരത്തിന് നിൽക്കുമ്പോഴും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് യാതായം വിളിച്ചു പോണത്. എന്താ കാര്യം? എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണത്. അല്ലാതെ സായിപ്പിനെ കാണുമ്പോൾ ഞാൻ കാവാത്ത മറക്കത്തില്ല. ലോഹയെ വിട്ട് കൊന്തം പിടിച്ചേ പോകത്തുള്ളൂ. ഇന്നലെ ഞാനൊരു കോടതിയിൽ പോയി. കോടതിയിൽ പോയെന്ന് വെച്ചാൽ 2013 കടൽ കയറിയപ്പോൾ ഒരു സമരം നടത്തിയപ്പോൾ ഞാനന്ന് കേസിൽപ്പെട്ട്. ഞാൻ ആ കേസ് പറയാൻ വേണ്ടി ഇന്നലെ കോടതി ചെന്നപ്പോഴുണ്ട് കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ച് മാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. മാവിൻ്റെ വീട്ടിൽ പറഞ്ഞ്, അച്ഛാ ഇനി അച്ഛൻ ലോഹയെ വിട്ട് കോടതി വരരുത്, ഇത് നമ്മുടെ സമുദായത്തിന് നാണക്കേടാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിന് ശേഷം ഒരു നിയമ പോരാട്ടത്തിൽ ഞാൻ വന്നിരിക്കുന്ന കർത്താവിനും നാമത്തിൽ താൻ പണി നോക്കാൻ പറഞ്ഞു. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസ പ്രഖ്യാപനമാണത്. ഞാനൊരു പുരോഹിതനാണെന്നും ഞാൻ ഈ സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ദൈവത്തിന് മനസ്സിലാകും, ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും. ബോധമില്ലാത്ത വല്ലതൊക്കെ വിളിച്ച് പറയും, ഐ ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്.
പക്ഷെ എന്താണ്? അത് പ്രഖ്യാപനമാണ്. ഈ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം, വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, അതുപോലെ തന്നെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ പ്രയോഗമാണ് ഈ ഉടമ്പടി തൈലം. വിശ്വാസ പ്രയോഗമാണ്, അല്ല ചികിത്സാവിധിയൊന്നും അല്ലത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് അറിയണം, നിങ്ങൾ ചെയ്യണം എന്താണെന്ന് അറിയണം. ഈ ജർമ്മൻ്റെ വൈഫിന് കൃത്യമായിട്ട് ഇത് പ്രയോഗിക്കാൻ അറിയാം. അവർ പതുക്കെ പാകതയോടെ വിശുദ്ധിയോടെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ ഒടിഞ്ഞിരിക്കുന്ന തോളലില്ലേ, അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞൊരു ഓപ്പറേറ്റ് ചെയ്തെല്ലാം ശരിയാക്കണത് അറിയത്തില്ല. സങ്കടപ്പെട്ടൊരു ജീവിതമാണ്. അപ്പോൾ അവളിത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ആശയത്തെ അവസ്ഥയിൽ തോളിൽ ഇങ്ങനെ ഉടമ്പടി തേലാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ താങ്ങിക്കിടത്തും, രണ്ടുപേരും കൂടി താങ്ങിക്കിടത്തും. രാത്രിയായപ്പോൾ ഈ മനുഷ്യനെ ഒരാൾ വന്ന് തട്ടി ഇയാൾ ഉറക്കത്തിലിങ്ങനെ നോക്കുമ്പോൾ അമ്മ മാതാവ്. ഇയാൾ ഉടനെ എഴുന്നേക്കും, ഉറക്കത്തിലല്ലേ, തനിക്ക് തോന്നിയാണെന്നും പറഞ്ഞ് എഴുന്നേക്കും, പിന്നെ കിടക്കും. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ആരുടെ സഹായമില്ലായി എഴുന്നേറ്റ് വരും ഈ മനുഷ്യൻ. ഡോക്ടറുടെ അടുത്ത് എന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് പറ്റി, എല്ലാ അസ്ഥികളും യോജിച്ചിരിക്കണമല്ല എന്ന്. ഇതാണ് എൻ്റെ വിഷയം. ഇത് പ്രയോഗമാണ്, വിശ്വാസ പ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നൊരു വിശുദ്ധിയുടെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഉടമ്പടിയുടെ എല്ലാ കാര്യവും ജെറോമി പറഞ്ഞ പോലെ ഞാനും വൈഫും ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാണ്. ഉടമ്പടി ജീവിതമാണ്, അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിക്കണമല്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നു. എൻ്റെ പേര് ബെനീറ്റ ഷാജി. ഞാൻ വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു യാക്കോബായ സഭ വിശ്വാസിയാണ്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു റൂംമേറ്റ് വഴിയാണ്. പക്ഷേ അന്നൊന്നും ഇത്ര ആഴത്തിൽ എനിക്ക് കൃപാസനത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച് ജോലിക്കൊക്കെ കയറിയ സമയത്ത് ഇവിടെ കൃപാസനത്തിലെ യൂട്യൂബ് ചാനലിലെ സാക്ഷ്യം കാണുകയും അതുവഴി കൃപാസനത്തിനെ പറ്റി കുറേ അറിയും. പിന്നെ എനിക്കറിയാവുന്ന കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അങ്ങനെ കൃപാസന മാതാവിനെ പറ്റി ഞാൻ കൂടുതൽ അറിയുകയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് എനിക്ക് OET എഴുതേണ്ട ആ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. അപ്പോൾ OET എഴുതാൻ ഞാൻ ആദ്യം പഠിച്ചിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് OET പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വരുന്നുണ്ടായിരുന്നു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ പലപ്പോഴും കൃപാസനത്തിൽ വരാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാൻ ആരുമില്ല, അങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ സ്ഥലം, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, അങ്ങനെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഞാൻ മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് OETക്ക് നല്ലൊരു ഡേറ്റ് മാതാവ് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് ജനുവരി 28 ഒരു എക്സാം ഡേറ്റ് ഉണ്ടായിരുന്നു, അന്ന് എടുക്കാനായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഫെബ്രുവരി 25 ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അന്നും അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഫെബ്രുവരി 11 എന്നുള്ളൊരു ഡേറ്റ് വന്നു. അപ്പോൾ ആ ഡേറ്റ് ഞാനിങ്ങനെ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, അന്ന് ലൂർദ് മാതാവിൻ്റെ പെരുന്നാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, അതെനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് ബുക്ക് ചെയ്തു, എക്സാം ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ജനുവരി 31, 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് അവിടെ ഫ്രണ്ടിൽ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അവിടെ നറുക്കിട്ട് കിട്ടുന്നതിൽ എന്തെങ്കിലും എനിക്കും കൂടെ കിട്ടുമോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല, ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ആണുങ്ങളുടെ സൈഡിൽ ഒരു സിസ്റ്റർ കൊണ്ട് 2 നറുക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ സൈഡിലോട്ട് വന്നു. അപ്പോൾ ആ സിസ്റ്റർ എടുത്തു പറഞ്ഞു, OET അല്ലെങ്കിൽ IELTS എഴുതുന്നവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വേഗം കൈപൊക്കി. അപ്പോൾ എനിക്ക് ചന്ദനത്തിരി പിടിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ മാതാവിൻ്റെ കൂടെ ഒന്നിച്ച് മാതാവിനോട് ചേർന്ന് നടന്ന് ഈ അൾത്താരയിലോട്ട് വരാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് വന്ന് തന്നു.
അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്ത് പോയി. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് ഒരു മെറിറ്റും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വെറും മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. മോക്ക് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 42-ൽ 13 മാർക്ക് വരെ കിട്ടിയ ആളാണ് ഞാൻ. എനിക്ക് എല്ലാ മൊഡ്യൂളും പാസ്സാവുന്ന തന്നെ എന്നെക്കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ മാതാവ് മാത്രമായിരുന്നു എൻ്റെ ആശ്രയം. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മാതാവും ഈശോയും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വലത്തും ഇടത്തും ഇരുന്ന് എനിക്ക് വേണ്ടി എക്സാം എഴുതണം, എന്നാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ അന്ന് ഫെബ്രുവരി 11 ഞാൻ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ എക്സാമിനൊക്കെ പോയി. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണിത്. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. ഞാൻ ഭയങ്കര വിറച്ചാണ് പോയത്. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കൊന്തയൊക്കെ ചൊല്ലിയാണ് ഞാൻ പോയത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പോകുന്ന എല്ലാ വണ്ടിയും, ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പോകുന്ന വണ്ടികളുടെ ഒക്കെ കളറ് ഇവിടുത്തെ മാതാവിൻ്റെ സിൽവർ കളറ് ഉള്ള വണ്ടികൾ മാത്രമേ ഞങ്ങളുടെ വണ്ടീൻ്റെ മുന്നിൽ കൂടെ പോകണുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ കൊന്തയൊക്കെ ചൊല്ലി, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ എക്സാം സെൻറ്ററിലൊക്കെ എത്തി. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വിറച്ചാണ് എക്സാം തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആയിരുന്നു. അപ്പം ലിസണിങ്ങിൻ്റെ സമയത്ത് ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ കേട്ടത് ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ എക്സാം ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാശുരൂപം ആ ബുക്ക്ലെറ്റിൻ്റെ മേലെ വെച്ച് വിശ്വാസ പ്രമാണവും സർവശക്തിയുള്ള പിതാവ് നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലിയിട്ടേ ഞാൻ ആ ബുക്ക്ലെറ്റ് തുറക്കുള്ളായിരുന്നു. പിന്നെ ഓരോ പേജിൻ്റെ മേലെ ഞാൻ കുരിശ് വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പാട്ട് കഴിഞ്ഞു. B&C പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ ആരോ എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഇന്ന A ആണെങ്കിൽ A ബബിൾ ചെയ്യണം, B ആണെങ്കിൽ B ബബിൾ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോഴും എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ബബിൾ ചെയ്ത് വെച്ചത്. അങ്ങനെ ലിസണിങ് കഴിഞ്ഞു. റീഡിങ് എത്തിയപ്പോൾ റീഡിങ്ങിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 20 ക്വസ്റ്റ്യൻ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഒരിക്കലും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ആ 20 ക്വസ്റ്റ്യൻ ഞാൻ 15 മിനിറ്റ് കൊണ്ട് തീർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ എക്സാമിൻ്റെ അന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ട് ആ 15 ക്വസ്റ്റ്യൻ ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് തീർത്തു. അതെനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. എന്നിട്ട് ബാക്കി 5 മിനിറ്റ് ഞാൻ ആ എഴുതിയ ആൻസറൊക്കെ ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ആ റീഡിങ്ങിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിടെയാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റീഡിങ്ങിന് പാസ്സാവില്ല. അങ്ങനെ ആ റീഡിങ്ങിൻ്റെ പാട്ടിൽ എൻ്റെ മാതാവ് എന്നെ സമയം എനിക്ക് ക്രമീകരിച്ച് തന്ന് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ റീഡിങ്ങിൻ്റെ B&C പാട്ട് വന്നപ്പോൾ വലിയ പാരഗ്രാഫുകളാണ്. പക്ഷെ ഞാൻ വായിച്ചിട്ടൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല. ഞാൻ എന്താ വായിക്കുന്നത്, എന്താ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നിട്ട് പക്ഷേ ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പം എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ആരോ ആൻസർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നീ A ബബിൾ ചെയ്യ്, അല്ലെങ്കിൽ B ബബിൾ ചെയ്യ്, ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ആ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഓരോ ആൻസറും ബബിൾ ചെയ്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ വന്നത് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയ കേസ് നോട്ട് അത്യാവശ്യം വലിയ കേസ് നോട്ടായിരുന്നു. അതും എനിക്ക് കേസ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ എഴുതണ്ടേ, ആ ലെറ്ററിൽ എഴുതേണ്ട ഡയഗ്നോസിസ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു ലെറ്ററിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസാണ്. പക്ഷേ ഞാൻ ലെറ്റർ എഴുതി പുറത്തിറങ്ങി ഓരോ പിള്ളേരിങ്ങനെ പറയുന്നത് കേട്ടു അതിൻ്റെ പർപ്പസിനെ പറ്റി. അപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എഴുതിയ പർപ്പസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇവരൊന്നും പറയുന്ന പോലെയല്ല ഞാൻ എഴുതി വെച്ചേക്കുന്നേ, മാതാവ് വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചാലേ ഞാനിവിടെ ജയിക്കുള്ളൂ. എൻ്റെ ഈ ആൻസർ ബുക്ക്ലെറ്റ് മാതാവ് തന്നെ പോയി നോക്കണം, എന്നാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ റൈറ്റിങ്ങിന് നടന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 40 മിനിറ്റ്സാണ് റൈറ്റിംഗ് എഴുതാനുള്ള ടൈം. പക്ഷേ എനിക്ക് കേസ് നോട്ട് ഒന്നും മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതും വായിക്കും അങ്ങനെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ ടൈമർ നോക്കുമ്പോൾ ബാക്കി 19 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ 19 മിനിറ്റിൽ പെട്ടെന്ന് എനിക്ക് ആ ലെറ്റർ തീർക്കാൻ പറ്റില്ല എന്തായാലും 19 മിനിറ്റിൽ. കാരണം ഞങ്ങൾ 40 മിനിറ്റ് കിട്ടിയാൽ പോലും ചില സമയത്ത് ആ ലെറ്റർ തീർക്കാൻ പറ്റില്ല. അപ്പോൾ വെറും ആ 19 മിനിറ്റിൽ ഞാൻ എങ്ങനെയാണ് ആ ലെറ്റർ തീർക്കാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വന്നിട്ട് എൻ്റെ കൺമുന്നിൽ കണ്ട കുറേ സെൻറ്റൻസുകൾ
കുറേ വാക്കുകൾ ഞാൻ സെൻറ്റൻസ് ആക്കി എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല, കാരണം അവസാന മിനിറ്റിൽ ആ 19 മിനിറ്റിൽ മാതാവ് എന്തൊക്കെ എന്നെ കാണിച്ചു തന്നു അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് മാതാവ് തന്നെ ഇതിലൊരു അത്ഭുതം പ്രവർത്തിച്ച് എന്നെ പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കുറേ പേര് സാക്ഷ്യം പറയുന്ന കേട്ടിട്ടുണ്ട്. സ്പീക്കിങ്ങിൻ്റെ സമയത്ത് മരിയ അല്ലെങ്കിൽ മേരി എന്നൊരു പേര് ഇൻ്റർലോക്യൂട്ടർ എപ്പോഴും പറയുന്നത് മാതാവ് കൂടെയുള്ളപ്പോൾ. അപ്പോൾ എനിക്കും അതുപോലെ ഞാൻ ഇൻ്റർലോക്യൂട്ടറിനോട് പേര് ചോദിച്ചപ്പോൾ 2 റോൾ പ്ലേ ഉണ്ടായിരുന്നു. 2 റോൾ പ്ലേയിൽ എനിക്ക് ഇൻ്റർലോക്യൂട്ടർ പേര് പറഞ്ഞത് മേരി എന്നായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നെനിക്ക് ഉറപ്പായി. അപ്പോൾ പിന്നെ ആ ഇൻ്റർലോക്യൂട്ടർ ഭയങ്കര കംഫർട്ടബിൾ. ഞാൻ ഒത്തിരി പേരുടെ കാര്യം കേട്ടിട്ടുണ്ട്, ഇൻ്റർലോക്യൂട്ടർ ഭയങ്കര ഇതായിരിക്കും, അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻ്റർലോക്യൂട്ടർ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് എൻ്റെ കൂടെ വന്നിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ അന്ന് എല്ലാ മൊഡ്യൂളും കഴിഞ്ഞു, ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് തൈലം തേച്ച് തേനൊക്കെ കഴിച്ച്